PC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു 10 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടുള്ളത് 034/2023 നടന്ന ജൂനിയർ അസിസ്റ്റൻറ്റ് ഓർ ക്ലർക്ക് ഓർ LD ക്ലർക്ക് തസ്തികയിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇവിടെ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്തത് എന്നാണ് ക്വസ്റ്റ്യനെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. മൂന്നാമത്തേത് യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. നാലാമത്തെ സ്ത്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ഇതിൽ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ബി 3 മാത്രമാണ്. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നതിലൊഴികെ ബാക്കിയെല്ലാം അദ്ദേഹവുമായി യോജിക്കുന്ന പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 3 മാത്രം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ മൂഷകവംശകാവ്യം അതുലൻ. രണ്ടാമത്തേത് തുഹ്ഫത്തുൽ മക്തിതങ്ങൾ മുജാഹിദീൻ. മൂന്നാമത്തെ ഓപ്ഷൻ കേരള പഴമ ഹെർമൻ ഗുണ്ടട്ട്. നാലാമത്തേത് കേരള സിംഹം CV രാമൻപിള്ള. ഇതിൽ ശരിയായിട്ടുള്ള ജോഡികൾ ഏതാണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ 1 മൂഷകവംശകാവ്യം അതുലൻ എന്നതും, മൂന്നാമത്തേത് കേരള പഴമ എന്നത് എഴുതിയതാരാണ്? ഹെർമൻ ഗുണ്ടറ്റിൻ്റെയുമാണ്. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി 1 3 ശരിയായിട്ടുള്ള ജോഡി. ബാക്കി 2 തെറ്റാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇവിടെ ഒരു 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് INCൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് INCൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് INC രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. ഇതിൽ INCയുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനയാണ് INCയുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന. അടുത്ത നാലാമത്തതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. രണ്ടാമത്തേത് 1986 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. മൂന്നാമത്തെ പ്രസ്താവന 1983 നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ദർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു. നാലാമത്തേത് ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീ രാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ഈ 4 പ്രസ്താവനകളിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളവ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 1 2 4 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അഞ്ചാമത്തെ ഈ ഒരു ചോദ്യം ക്യാൻസൽഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണേ. ആറാമത്തേതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. രണ്ടാമത്തേത് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടേരാസ് ആണ്. മൂന്നാമത്തെ പ്രസ്താവന 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. നാലാമത്തേത് മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെ 75ാം വാർഷികം ഐക്യരാഷ്ട്രസഭ 2022 ഡിസംബർ 10 ആഘോഷിച്ചു. ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ 1 2 3 ആണ് ഐക്യരാഷ്ട്രസഭയുമായിട്ടുള്ള ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന.
ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഭൂവൽക്കവും മാൻറ്റിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. മൂന്നാമത്തത്, ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. നാലാമത്തെ പ്രസ്താവന, മാൻറ്റിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തത് ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ, സ്ട്രാറ്റോസ്ഫിയർ അറോറ, മിസോസ്ഫിയർ ഓസോൺ പാളി. ഇതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് നോക്കേണ്ടത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം. ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ് ശരിയായിട്ടുള്ള ജോഡി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ഹിമാലയ മടക്കുപർവ്വതം, വിന്ധ്യ സത്പുര അവശിഷ്ട പർവ്വതം, ആരവല്ലി ഖണ്ഡപർവ്വതം, ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. 1 ഹിമാലയ മടക്കുപർവ്വതവും 4മത്തെ ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ജോഡികൾ. 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെയാണ്. രണ്ടാമത്തത്, ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. മൂന്നാമത്തത്, പമ്പാ നദി അഷ്ടമുടി കായലിൽ ചേരുന്നു. നാലാമത്തത്, കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.